ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഹല്ലേലൂയ. എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്നവനായ കർത്താവ് നമ്മളോട് സംസാരിക്കാതെ ഇരിക്കുമോ? അങ്ങനെ കർത്താവ് ഇന്ന് സംസാരിച്ച ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ്, അല്ലെങ്കിൽ വാഗ്ദത്തം, അല്ലെങ്കിൽ ദൂത്, അതിനെപ്പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് ഈ ദൂത് കേൾക്കുന്നവരെയും ഇനി കേൾക്കാൻ പോകുന്നവരെയും അത് ഏറ്റെടുക്കുന്നവർക്കും ഒക്കെ ഈ മെസ്സേജ് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇത് ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും ഇത് അനുഗ്രഹമാണ്. ഞാൻ മെസ്സേജിലോട്ട് കിടക്കുകയാണ്. ദിസ് ഈസ് ജസ്റ്റ് എ സ്റ്റാർട്ടിങ്. ഇതൊരു തുടക്കം മാത്രം. ഇന്ന് രാവിലെ ഞാൻ ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ഒരു ദൂതാണ്, ഇതൊരു തുടക്കം മാത്രം. എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. കർത്താവ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണ്. അതിനെ ആർക്ക് തടയുവാൻ സാധിക്കും? ഹൂ ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്? ബിക്കോസ് അവർ ഗോഡ് ഇസ് സ്റ്റാർട്ടഡ് മൂവിങ്. ഹല്ലേലൂയ. ഗോഡ് ഇസ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ഇറ്റ്. പ്രിയ ദൈവ പൈതലെ, നിൻ്റെ ജീവിതത്തിൽ യഹോവയായ ദൈവം ക്രിസ്തുയേശുവിൽ കൂടി നിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം. നിൻ്റെ ജോലിയുടെ മേഖലയിലാകാം, നിൻ്റെ ഫിനാൻഷ്യൻ്റെ മേഖലയിലാകാം, നിൻ്റെ റിലേഷൻ്റെ മേഖലയിലാകാം, നിൻ്റെ ആരോഗ്യത്തിൻ്റെ മേഖലയിലാകാം, നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലായിരിക്കാം. ഹി ഹാസ് സ്റ്റാർട്ടഡ് എ ന്യൂ തിങ് ഫോർ യു. ഹല്ലേലൂയ. ഞാനിന്ന് ആ കുഞ്ഞിനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആ കുഞ്ഞിന് വേണ്ടി തന്ന ഒരു ദൂതാണ്. ഇതൊരു തുടക്കം മാത്രം. മലയാളത്തിലാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു, ഞാൻ ധ്യാനിച്ചുകൊണ്ടേയിരുന്നു ഈ ദൈവവചനം. ദിസ് ഈസ് ജസ്റ്റ് എ സ്റ്റാർട്ടിങ് എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ കുറച്ച് മണിക്കൂറിനകം എനിക്കൊരു മെസ്സേജ് വരികയായിരുന്നു, എനിക്കൊരു ഫോൺ കോൾ വരികയായിരുന്നു. ഒരു നല്ല കോൾ, നല്ല ന്യൂസുമായിട്ടൊരു കോൾ. എനിക്ക് ഭയങ്കര അത്ഭുതമായി, ഭയങ്കര അതിശയമായി. അതിനെപ്പറ്റിയിട്ട് വീണ്ടും ഒരു ദിവസം ഞാൻ സാക്ഷ്യം പറയുന്നതായിരിക്കും ദൈവം അനുവദിച്ചാൽ. ഇപ്പോൾ അത് പറയുവാനായിട്ട് എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ഞാൻ നിങ്ങളെ അഡ്വൈസ് ചെയ്യുകയാണ്. ഈ ദൂത് ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. കാരണം ആ കുഞ്ഞിന് വേണ്ടിയുള്ള ദൂത് അവളൊരു പക്ഷേ കേൾക്കുന്നുണ്ടായിരിക്കും. ആ ദൂത് ഞാൻ ഏറ്റെടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. ലോകത്തിൽ ഒന്നും കൊണ്ടും നമ്മൾക്ക് സാറ്റിസ്ഫൈ ആകാൻ സാധിക്കത്തില്ല. എന്നാൽ കർത്താവ് നമ്മളുടെ ഓരോ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി വാച്ച് ചെയ്യുന്ന ഒരു ദൈവമാണ്, നമ്മളെ അറിയുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളിലും കർത്താവ് പുതിയത് ചെയ്യുന്നു. ഹി ഗീവ്സ് എ ന്യൂ സോങ് എന്ന് പറയുന്നുണ്ട് അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് കർത്താവ് എന്തെല്ലാം ചെയ്തു തരുന്നു അതൊക്കെ പുതിയതാണ്. ഹല്ലേലൂയ. കർത്താവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഏത് മേഖലയിലാണോ നിനക്കൊരു മൂവിങ് ആവശ്യമുള്ളത്, അവിടെ ദൈവം ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് വെറുതെ കേൾക്കുന്നതല്ല കേട്ടോ. ഹല്ലേലൂയ. കർത്താവ് അനുവദിച്ചിട്ടാണ് ഈ മെസ്സേജ് കേൾക്കുവാൻ നിങ്ങളുടെ കാതുകൾക്ക് അവസരം ഒരുക്കിയത്. ഇത് ഏറ്റെടുത്താൽ, ഹൃദയത്തിൽ ഏറ്റെടുത്താൽ ദൈവം തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് ചെയ്തിരിക്കും. കാരണം ഞാനത് ഏറ്റെടുത്തപ്പോൾ എനിക്ക് സംഭവിച്ചു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് പുതിയതിനെ പറ്റി സംസാരിക്കാം. ലോകത്തിൽ പുതിയതെന്ന് പറയുന്നത് എന്താണ്? ന്യൂ ഇയർ. നമ്മൾ ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് ആഘോഷിക്കുന്നതാണ്. ഈ ലോകം മൊത്തം ആഘോഷിക്കുന്നതാണല്ലേ ന്യൂ ഇയർ. നമുക്ക് ന്യൂ ജോബ് എക്സൈറ്റ്മെൻ്റ് ആണ്, ന്യൂ ഹൗസ് എക്സൈറ്റ്മെൻ്റ് ആണ്, ന്യൂ മൂവിങ്, ന്യൂ റിലേഷൻ, അല്ലെങ്കിൽ ന്യൂ സിറ്റിയിലോട്ടുള്ള ട്രാൻസ്ഫർ, ന്യൂ കാറ്, എന്തെല്ലാം ആയാലും പുതിയതായാലും എക്സൈറ്റഡ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ എക്സൈറ്റഡ് ആകുന്നത്? കാരണം അതെപ്പോഴും പഴയതിനെക്കാട്ടിലും മെച്ചമായിട്ടുള്ളതാണ് അല്ലേ? ഹല്ലേലൂയ. എന്നാൽ രണ്ട് കാര്യമാണ് ലോകത്തിൽ നടക്കുന്നത് പുതിയത് എന്ന് പറയുമ്പോൾ. ഹല്ലേലൂയ. പുതിയതെന്ന് പറയുമ്പോൾ ലോകത്തിലെ പുതിയതിൽ അതിൻ്റെ എൻഡ് എന്തായിരിക്കും? എപ്പോഴും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല കേട്ടോ. ന്യൂ കാറിൽ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് കയറി നിന്നിരിക്കും. ന്യൂ വീട്ടിൽ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് കയറി നിന്നിരിക്കും. ന്യൂ റിലേഷൻസിൽ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തെന്നിരിക്കും. എല്ലാം ന്യൂ ആണ്. ന്യൂ ഇയറിൽ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് നമ്മൾ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ എൻഡ് എന്താണ്? പലപ്പോഴും അത് നമുക്ക് അനുകൂലമായിരിക്കത്തില്ല, പ്രതികൂല തടസ്സങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? ഹല്ലേലൂയ. അതാണ് ലോകത്തിലെ ന്യൂ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ രണ്ടാമതായിട്ട് എനിക്ക് പറയുവാനുള്ളത്, ലോകത്തിൽ നമുക്ക് ന്യൂ ആയിട്ട് കിട്ടുന്നതൊക്കെ നമ്മൾക്ക് പഴയതൊന്നുകൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് വെക്കും. എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളൊരു വീട് വാങ്ങിക്കുകയാണെങ്കിൽ
പുതിയ വീടാണെങ്കിൽ പഴയ വീടിൻ്റെ കുറച്ച് നല്ല സാധനങ്ങൾ, ഉപയോഗമുള്ള നമുക്കിഷ്ടമുള്ളതും ഒക്കെ ആയ പഴയ സാധനങ്ങൾ ആ പുതിയ വീട്ടിലോട്ട് കയറ്റും അല്ലേ? അപ്പോൾ ആ ന്യൂ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ന്യൂ ആയിരിക്കത്തില്ല, കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് ന്യൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ 2 കാര്യങ്ങളാണ് എന്നെ ഇത് ധ്യാനിച്ചപ്പോൾ ചിന്തിച്ചത്. ലോകത്തിലെ ന്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ എൻഡ് ന്യൂ ആയിരിക്കത്തില്ല. ലോകത്തിലെ ന്യൂ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ന്യൂ ആയിരിക്കത്തില്ല. പലപ്പോഴും ഓൾഡിനൊരു ചാൻസ് ഉണ്ട്, ഓൾഡും കൂടി മിക്സ് ആകാനുള്ള ചാൻസുകളുണ്ട്. എന്നാൽ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ദൈവവചനപ്രകാരം കർത്താവിൻ്റെ ന്യൂ ആണ്, പുതിയത്, കർത്താവ് തുടങ്ങി വെച്ച ന്യൂ. ഇതൊരു തുടക്കം മാത്രമെന്നാണ് മലയാളത്തിൽ കർത്താവ് പറഞ്ഞത്. അപ്പോൾ തുടക്കം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റാർട്ടിങ്, ഇറ്റ്സ് എ ന്യൂ തിങ്. സ്റ്റാർട്ടിങ് എപ്പോഴും ന്യൂ ആണ്. കർത്താവിൻ്റെ ന്യൂ തിങ് എന്ന് പറയുന്നത് അതിൻ്റെ എൻഡ് എപ്പോഴും നല്ലതായിരിക്കും. ഇഫ് ഗോഡ് has started the end, he knows the end. He is the alpha and omega. He is the beginning and the end. He knows everything. Hallelujah. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ GPS ഇട്ടാണ് പലയിടത്തും യാത്ര ചെയ്യുന്നത്. എനിക്ക് എവിടെയാണ്, ഏത് യാത്രയാണ്, ഏത് വഴിയാണെന്ന് അറിയില്ല. പക്ഷേ ആ GPS-ന് എല്ലാ വഴികളും അറിയാമല്ലേ? അതുപോലെ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. കർത്താവിനെ പറ്റി നമുക്കൊന്നും ഭൂമിയിലെ ഒന്നുകൊണ്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിലും എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ന്യൂ എന്ന് പറയുമ്പോൾ ഇഫ് ഹി ഹാസ് സ്റ്റാർട്ടഡ് ദി എൻഡ് വിൽ ബി പെർഫെക്റ്റ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ കർത്താവ് ഒന്ന് ചെയ്താൽ പഴയത് കഴിഞ്ഞു പോയി കുഞ്ഞെ, പഴയത് നീ മറക്കും. നിൻ്റെ ജീവിതത്തിലേ ആ പഴയത് കാണത്തില്ല. നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന പഴയത് നിൻ്റെ ജീവിതത്തിൽ കാണത്തില്ല. ക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ ഒന്ന് പുതിയത് തുടങ്ങിയാൽ. ഹല്ലേലൂയ, സ്തോത്രം. 2 കൊരിന്ത്യർ 5-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണാനായിട്ട് സാധിക്കുമല്ലോ. ഒരുവൻ ക്രിസ്തുവിലായാൽ എന്തുവാണ് സംഭവിക്കുന്നത്? ഓൾഡ് ഈസ് ഗോൺ. ഹല്ലേലൂയ, പഴയത് കഴിഞ്ഞുപോയി. അപ്പോൾ ക്രിസ്തു ഒരുവൻ്റെ ജീവിതത്തിൽ വന്നാൽ പഴയത് പിന്നെ ഇല്ലെന്നേ. ബിഹോൾഡ് ദ ന്യൂ ഹാസ് കം. പുതിയത് വന്നു, എല്ലാം പുതിയതാണ്. പഴയത് ഈസ് കംപ്ലീറ്റ്ലി ഗോൺ. ഹല്ലേലൂയ. നീ ഒരു പുതിയ ജീവിതമായിട്ട്, പുതിയ ജന്മമായിട്ട് തീരുകയാണ്. നിൻ്റെ എല്ലാം പുതിയതായിട്ട് ക്രിസ്തു രൂപാന്തരപ്പെടുത്തുകയാണ്. അതിന് പഴയതില്ല കേട്ടോ. നിന്നെ ഏത് രീതിയിലാണ് വേദനിപ്പിച്ചത്, നിൻ്റെ പഴയ ജീവിതത്തിൻ്റെ അവസ്ഥ, പഴയ ജോലിയുടെ അവസ്ഥ, പഴയ ബിസിനസ്സിൻ്റെ അവസ്ഥ, പഴയ റിസോഴ്സസിൻ്റെ അവസ്ഥ, ഫിനാൻഷ്യൽ മേഖലയുടെ അവസ്ഥ, പഴയ റിലേഷൻ്റെ അവസ്ഥ എല്ലാം മാറി. യു ആർ ഗെറ്റിംഗ് എ ന്യൂ തിങ്. ഹല്ലേലൂയ. അതിന് റെഡി ആയിട്ടിരിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ ഇസക്കിയേൽ 36-ാം അധ്യായത്തിൽ ഞാൻ ഈ ചിന്തിച്ച വചനങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇസക്കിയേൽ 36-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ നമുക്ക് കാണാം, ഐ വിൽ മേക്ക് എ ന്യൂ ഹാർട്ട് ആൻഡ് ന്യൂ സ്പിരിറ്റ്. അപ്പോൾ കർത്താവ് തൊടുമ്പോൾ പുതിയ ഹൃദയവും പുതിയ ആത്മാവും തരുന്നു. പഴയത് കഴിഞ്ഞുപോയി. ഐ വിൽ റിമൂവ് ഫ്രം യു യുവർ ഹാർട്ട് ഓഫ് സ്റ്റോൺ. കല്ലായുള്ള ഹൃദയം നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട്, നിൻ്റെ ഹൃദയത്തിലെ കല്ലായുള്ള ഭാഗങ്ങൾ മാറ്റിയിട്ട് മാംസളമായിട്ടുള്ള ഒരു ഹൃദയം തരും. ഹല്ലേലൂയ. ഹൃദയമാണ്. ഹല്ലേലൂയ. ആർക്കത് മാറ്റുവാനായിട്ട് പറ്റും? ഹല്ലേലൂയ. നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറിയിലൊക്കെ നമുക്കറിയാം വേറൊരു ഹൃദയം ഏറ്റെടുത്ത് വെക്കുന്നത്. എന്നാൽ എല്ലാം അങ്ങ് കംപ്ലീറ്റായിട്ട് അതിൻ്റെ എല്ലാ വാൽവും എല്ലാ സംഭവങ്ങളും വെക്കത്തില്ല. അവിടെയും പഴയതുണ്ട്, ഹൃദയം മാത്രമേ ഉള്ളൂ അല്ലേ? ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറയാണ്, ഐ വിൽ ഗിവ് യു എ ന്യൂ ഹാർട്ട്. ഐ വിൽ റിമൂവ് ദ ഹാർട്ട് ഓഫ് സ്റ്റോൺ ഫ്രം യു ആൻഡ് ഐ വിൽ ഗിവ് യു എ ഹാർട്ട് ഓഫ് ഫ്ലഷ്. സ്റ്റോണായിട്ടുള്ള ഹൃദയം മാറ്റി, കല്ലായുള്ള ഹൃദയം മാറ്റിയിട്ട് മാംസളമായിട്ടുള്ള ഹൃദയം, പുതിയത് എല്ലാം പുതിയത് കർത്താവ് തരുമ്പോൾ പഴയത് അതിനകത്തൊന്നുമില്ല കേട്ടോ. പഴയതെല്ലാം കഴിഞ്ഞു പോയി, അതിനെ നീ മറക്കും. ഐസയ 65-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, ഐ വിൽ ക്രിയേറ്റ് ന്യൂ ഹെവൻസ് ആൻഡ് ന്യൂ എർത്ത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ സൃഷ്ടിക്കുന്നു. ദ ഫോർമർ തിങ്സ് വിൽ നോട്ട് ബി റിമെമ്പേർഡ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹല്ലേലൂയ. പഴയത് നീ ഓർക്കത്തില്ല. അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ നിന്നെ ബുദ്ധിമുട്ടിച്ച പഴയത് ഓർക്കാതെ വണ്ണം ദൈവത്തിന് കഴിയും പുതിയത് സൃഷ്ടിക്കുവാൻ. ഹല്ലേലൂയ. നോർ വിൽ ദേ കം ടു യുവർ മൈൻഡ്. നിൻ്റെ മനസ്സിൽ പോലും ചിന്തിക്കുവാൻ പറ്റാത്ത വിധം പഴയതിനെ തൂത്തും മായ്ച്ച് കളയുന്ന ഓരോ ദൈവം. ഹല്ലേലൂയ. അതിനാൽ സ്റ്റാർട്ട് ചെയ്യുവാൻ റെഡിയായിട്ടിരിക്കുന്ന ക്രിസ്തു യേശുവിനെ ഒന്ന് നിങ്ങൾ വിശ്വസിക്കുക. ആ ക്രിസ്തു യേശുവിൻ്റെ പ്രവൃത്തിയിൽ നമ്മൾ വിശ്വസിക്കുക. പുതിയ ഒരു നമുക്ക് ചെയ്തു തരുന്നു. പുതിയ പാട്ട്, കർത്താവിന് പുതിയത് തരുവാനാണ് ഇഷ്ടം. ഹല്ലേലൂയ, സ്തോത്രം. റെവലേഷൻ 21-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം കാണാൻ സാധിക്കും, ഹീ ഹു സീറ്റഡ് ഓൺ ദ ത്രോൺ സെഡ്, ഐ ആം മേക്കിംഗ് എവറിഥിങ് ന്യൂ. Then he said, write this down, for these words are trustworthy and true. ഈ വാക്കുകൾ വിശ്വസനീയമാകയാൽ
നിങ്ങൾ എഴുതി വെക്കുക. അത് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് ദൈവവചനമാണ്. അതിനാൽ നിങ്ങൾ ഇന്ന് ഈ ഡേറ്റും സമയവും കുറിച്ചു വെച്ചുകൊണ്ട്, നിങ്ങൾ കേൾക്കുന്ന ഡേറ്റും സമയവും കുറിച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് വിശ്വസിക്കുക. കർത്താവ് പുതിയത് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതാരാണ് സംസാരിച്ചത്? ഹീ ഹൂ ഈസ് സിറ്റിംഗ് ഓൺ ദി ത്രോൺ. സിംഹാസനത്തിലിരുന്നവൻ പറയുകയാണ്, ഐ എം മേക്കിംഗ് എവറിത്തിങ് ന്യൂ. പ്രിയ ദൈവപൈതലേ, നിൻ്റെ വേദനയുടെ അവസരത്തിൽ, വേദനിക്കുന്ന ആ ജീവിതത്തിൽ ദൈവമായ കർത്താവിന് ഇഷ്ടം നിനക്കൊരു പുതിയത് തരുവാൻ വേണ്ടി. ഹല്ലേലൂയ. അത് നിൻ്റെ രീതിയിലല്ല, നിൻ്റെ ക്വാളിഫിക്കേഷനൊത്തവണ്ണമല്ല, നിൻ്റെ ബുദ്ധിക്കൊത്തവണ്ണമല്ല, നീ ചോദിച്ചതിനൊത്തവണ്ണമല്ല, അതിലൊക്കെ അപ്പുറമായിട്ട് നിനക്കൊന്ന് തരുവാൻ പോവുകയാണ് പുതിയത്. ഹല്ലേലൂയ. ഐസയ്യ 43:18 വാക്യത്തിൽ ഇപ്രകാരം കാണാം, ഐ എം ഡൂയിങ് എ ന്യൂ തിങ്, നൗ ഇറ്റ് സ്പ്രിങ്സ് അപ്പ്, ഡു യു നോട്ട് പെർസീവ് ഇറ്റ്? ഐ എം മേക്കിംഗ് എ വേ ഇൻ ദ വിൽഡർനെസ് ആൻഡ് സ്ട്രീംസ് ഇൻ ദ ഡെസേർട്ട്. ഹല്ലേലൂയ. മരുഭൂമിയിൽ ഞാൻ നദികളും വഴികളും നിർജ്ജന പ്രദേശത്ത് നദികളും ഒഴുക്കും. ഹല്ലേലൂയ. സ്തോത്രം. മരുഭൂമിയിൽ വഴിയില്ലാതിരിക്കുന്ന നിൻ്റെ മേഖലകളിൽ, നിനക്കൊന്നുമില്ലാതെ ഡെസേർട്ടായിട്ട്, ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ, ഒരു നനവ് പോലും, വെള്ളം പോയിട്ടൊരു നനവ് പോലും ഇല്ലാത്ത, വഴിയെല്ലാം അടഞ്ഞിരിക്കുന്ന ജീവിത മേഖലകളിൽ കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ ഇന്ന് തുടങ്ങി വെച്ചിരിക്കുന്നു. ഇതൊരു തുടക്കം മാത്രം. കർത്താവ് ഒന്ന് തുടങ്ങി വെച്ചാലുണ്ടല്ലോ, നോ വൺ ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. അതിൻ്റെ എൻഡ് നല്ലത് തന്നെ ആയിരിക്കും. ലോകത്തിലെ പലതിൻ്റെയും നല്ല ബിഗിനിങ് ഒക്കെ പന്നലായിട്ട് എൻഡ് ചെയ്യുമ്പോൾ, ബുദ്ധിമുട്ടായിട്ട് എൻഡ് ചെയ്യുമ്പോൾ, വേദനകളിൽ കൂടി കടന്നു പോയിട്ട് അതിൻ്റെ എൻഡൊക്കെ ഹല്ലേലൂയ സ്തോത്രം ഡിസ്ട്രക്ഷനായി തീരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഇതൊരു തുടക്കം മാത്രം. പ്രിയ ദൈവപൈതലേ, നിൻ്റെ ജീവിതത്തിലെ മരുഭൂമിയുടെ അവസ്ഥകളിൽ, നിർജ്ജനമായ വേസ്റ്റ് ലാൻഡിൻ്റെ അവസ്ഥകളിൽ കർത്താവ് നദി ഒരുക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് വഴികൾ ഒരുക്കുന്നു. ഹല്ലേലൂയ. അവൻ വഴി വെട്ടും. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അപ്പാ സ്തോത്രം കർത്താവേ, ഇതൊരു തുടക്കം മാത്രമെന്ന് അവിടുന്ന് പറഞ്ഞതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇത് കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഇതൊന്ന് തുടങ്ങി വെക്കണമേ. അവരുടെ വഴികളിൽ, മുടങ്ങിക്കിടക്കുന്ന വഴികൾ തുറന്ന് വെട്ടിക്കൊടുക്കണമേ. അപ്പാ സ്തോത്രം. ഒരു തുള്ളി വെള്ളത്തിന് അവസരം പോലുമില്ലാതെ എല്ലാം വരണ്ട് ഉണങ്ങിക്കിടക്കുന്നിടത്ത് കർത്താവെ അവിടുന്ന് നദികളെ ഒഴുക്കുവാൻ കഴിവുള്ളവനാകിയാൽ സ്തോത്രം. സിംഹാസനത്തിലുള്ളവൻ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് ഞങ്ങൾ എഴുതി വെക്കുന്നു കർത്താവേ. ഇത് വിശ്വാസയോഗ്യമായ വചനമാകിയാൽ നന്ദി അപ്പാ, നന്ദി കർത്താവേ. സ്തോത്രം, സ്തോത്രം. ഇതൊരു മനുഷ്യൻ്റെ വാക്കല്ല, സ്വർഗത്തിലെ പിതാവിൻ്റെ വാക്ക്. ഹല്ലേലൂയ. സർവ്വലോകത്തെയും ചമച്ച അപ്പൻ്റെ വാക്ക്. ഞാനത് ഏറ്റെടുക്കുന്നു കർത്താവേ. സ്തോത്രം. ഇത് ഏറ്റെടുക്കുവാൻ പ്രിയ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ് യു.